സരസ്വതി നദീ തീരത്ത് കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന മഹർഷീശ്വരന്മാര് 3 ചോദ്യങ്ങൾ ചോദിച്ചു. വേദവ്യാസ മഹർഷി എന്തിനാണ് ഭാഗവത രചിച്ചത് എന്ന്. ഒന്നിനും താല്പര്യമില്ലാത്ത നിസ്സംഗനായ ശൈശുത ബ്രഹ്മർഷി ആ കഥകളിൽ എങ്ങനെ ആകൃഷ്ടനായി? മൂന്നാമത് പരീക്ഷിത്ത എന്ന രാജർഷി എന്തിനാണ് പ്രായോപവേശം ചെയ്തത്? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് തുടർന്ന് സൂതൻ ഉത്തരം പറയുന്നു. വേദവ്യാസ മഹർഷി എന്തിനാണ് ഭാഗവതം രചിച്ചത്? വേദങ്ങളെ വ്യസിച്ച ആളാണ്. പല ഭാഗത്തായിട്ട് ചിതറിക്കിടക്കുന്ന വേദങ്ങളെ ഋക്ക്, യജുസ്, സാമം, അഥർവം 4ആയിട്ട് എഡിറ്റ് ചെയ്തു. വ്യാസൻ എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത ആൾ, എഡിറ്റർ എന്നർത്ഥം. ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് പുറപ്പെട്ടതായ ആ വാക്യങ്ങൾ, അതാണ് വേദങ്ങൾ. ഭഗവാന്റെ തന്നെ വാക്കുകൾ, അത് ബ്രഹ്മാവിന്റെ മുഖത്ത് കൂടെ പുറത്തേക്ക് വന്നു 4 മുഖങ്ങളിൽ കൂടി. അതിനെ ഋഗ്യജുസ്, സാമം, അഥർവം എന്ന രീതിയിൽ വ്യസിച്ചു. പഞ്ചമവേദം എന്ന പേരിൽ 1.25 ലക്ഷത്തിലധികം ശ്ലോകങ്ങളുള്ള മഹാഭാരതം രചിച്ചു. എന്നിട്ടൊന്നും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഒരു തൃപ്തി ഉണ്ടാവും, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പക്ഷെ വേദവ്യാസന് അതുണ്ടായില്ല. വേദങ്ങളെ വ്യസിച്ചു, 108 ഉപനിഷത്തുക്കളെ എഴുതി, പഞ്ചമവേദം എന്ന മഹാഭാരതം എഴുതി. ഇത്രയൊക്കെ ചെയ്തത് എന്തിനാണ്? സംസാരിണാം, നമ്മളാകുന്ന സംസാരികളെ ഈ സംസാരത്തിൽ നിന്ന്, ക്ലേശത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, പ്രവൃത്തി മാർഗങ്ങളിൽ നിന്ന് നിവൃത്തി മാർഗങ്ങളിലേക്ക്. പക്ഷേ ജനങ്ങൾ അതൊന്നും കൈക്കൊണ്ടില്ല. അവരപ്പോഴും പ്രവൃത്തി മാർഗങ്ങളിൽ മുഴുകിക്കിടക്കണോ? ഏതുപോലെ? ചളിയിൽ കിടക്കുന്ന പന്നിയെ പോലെ. അട്ടയെ പിടിച്ച് മെത്തേടെ കിടത്തിയാൽ കിടക്കില്ല എന്ന് പറയില്ലേ? അട്ടയ്ക്ക് എവിടെയാ സുഖം? ചളിയിലാ സുഖം. കൃമിയോട് ചോദിച്ചു നോക്കൂ, എവിടെയാ സുഖം? സെപ്റ്റിക് ടാങ്കിലാ സുഖം. ഇതേപോലെയാണ് കലിയുഗ മനുഷ്യൻ. ആ പ്രവൃത്തി മാർഗങ്ങളിൽ മുഴുകി നടക്കുന്നു, നിവൃത്തി മാർഗങ്ങളിലേക്ക് എത്തുന്നില്ല. ഈ ക്ലേശപൂർണമായ സംസാരത്തിൽ നിന്ന് നിവർത്തിക്കാൻ ഭാഗവതത്തിൽ ഒരു ശ്ലോകം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകം ഇതാണ്. ഏതാണ്? ഇടയ്ക്കിടയ്ക്ക് കാണാം. അർത്ഥേ ഹ്യവിദ്യമാനേവി സംസൃതർന്ന നിവർത്തത. എത്ര പ്രാവശ്യമാണ് ഭാഗവതത്തിൽ ആ ശ്ലോകം പറഞ്ഞിരിക്കുന്നത്? കയ്യും കണക്കൂല്ല. എന്താ കാരണം? നമ്മുടെ കഥ. ചെക്ക് ടാങ്കിലെ കൃമിയെ പോലെയാണ് നമ്മൾ കിടക്കുന്നത്. എന്നിട്ട് നമ്മളെന്താ പറയാ? ഇതൊരു സുഖാണ്. പന്നിയോട് ചോദിച്ചു നോക്കൂ, പന്നിക്ക് ചെളിയിൽ കിടക്കുക സുഖം. അട്ടയെ പിടിച്ച് മറ്റേ കിടത്തെ കിടക്കുകയാണ്. അപ്പോ ഇനി ബ്രഹ്മസൃഷ്ടിയിൽ നമുക്ക് കാണാം മനുഷ്യന്റെ സ്ഥിതി. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ കുറച്ച് വിവരമുള്ള ജന്തുക്കളെ സൃഷ്ടിച്ചു എന്ന് ബ്രഹ്മാവിന് ബ്രഹ്മാവലോകവിഷണം ബുധമാവദേവ എന്ന് കാണാം. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് കുറച്ച് വിവരമുള്ള, വിവേകമുള്ള ജന്തുക്കളെ ഞാൻ സൃഷ്ടിച്ചുല്ലോ എന്ന് ബ്രഹ്മാവിന് തോന്നിയത്. പക്ഷേ കാര്യമില്ല. തൃതീയ സ്കന്ധത്തിൽ പറയും, നമ്മുടെ മനുഷ്യന്റെ സ്ഥിതി എന്താ? ദുഃഖേച്ച സുഖമാനിന. ദുഃഖത്തിൽ കിടക്കുകയാണെങ്കിലും ഇതൊരു സുഖം. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി. എങ്ങനെ അങ്ങോട്ട് പോയാൽ മതി? ചെക്കിടാങ്കിൽ കിടന്നാൽ മതി. എന്നാൽ ഭഗവാന്റെ അടുത്ത് എത്തണം. ഗുരുവായൂരപ്പൻ ആരാണെന്ന് അറിയണം. എവിടെയാ ഗുരുവായൂരപ്പൻ അറിയണം. ആരാ ഗുരുവായൂരപ്പൻ അറിയണം. എങ്ങനെയാണ് ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് എത്തുക? ഇതാ ചിന്തിക്കണ്ടേ. ഇന്നലെ മാഹാത്മ്യത്തില് വായിച്ചു, സരസ്വതി നദീതീരത്ത് സത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ശൗനകാദി മഹർഷിമാരുടെ മുമ്പിലേക്ക് സൂതൻ വന്നപ്പോ 6 ചോദ്യങ്ങളാ ചോദിച്ചത്. ശ്രേയസാമേഭവൻ, ശ്രേയഭാവനം, കൃഷ്ണപ്രാപ്തിയുടെ സാധന തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ. 6 ചോദ്യങ്ങളാ ചോദിച്ചത്. ഇന്നലെ വായിച്ചു. 6ാമത്തെ ചോദ്യം ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കൃഷ്ണപ്രാപ്തികരം ശശ്വൽ സാധനം. ഇതാ ചോദ്യം. ഗുരുവായൂരപ്പനെ ഉള്ളം കയ്യിൽ കിട്ടാൻ എന്താ മാർഗം? ഗുരുവായൂരപ്പന്റെ അടുത്തെത്താൻ എന്താ മാർഗം? ഗുരുവായൂരപ്പനായിത്തീരാൻ എന്താ മാർഗം? ഇതാ ചോദിച്ചത്.
ആ ഭാഗവതത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നോക്കിയിട്ട് കാര്യമില്ല. അത് നോക്കിയിട്ട് കാര്യമില്ല. എന്ത് നോക്കിയിട്ടാ കാര്യം? നമുക്ക് അട്ടയായാൽ മതിയോ? പന്നിയായാൽ മതിയോ? കൃമിയായാൽ മതിയോ? നായം ദേഹോ ദേഹഭാജാമലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഭുജം യേ. ഋഷഭയോഗീശ്വരൻ പറയും, നാളെ നമുക്ക് കാണാം 5-ാമത്തെ സ്കന്ധത്തില് 5-ാമത്തെ അധ്യായത്തില് 1-ാമത്തെ ശ്ലോകം. വിഡ്ഢുക്കൾ എന്ന് പറഞ്ഞാൽ മലം തിന്നുന്ന ജന്തുക്കൾ എന്ന അർത്ഥം. മലം തിന്നുന്ന ജന്തുക്കളെ പോലെ കിടന്നാൽ മതിയോ മനുഷ്യന്റെ ജന്മം? നാം അയം ദേഹ, അതിന് വേണ്ടിയിട്ടുള്ളതല്ല ഉണ്ണികളെ ഋഷഭയോഗീശ്വരൻ പറഞ്ഞു. അപ്പോൾ ലോകത്തില് ഈ ക്ലേശപൂർണമായ സംസാരത്തിൽ മുങ്ങിയും പൊങ്ങിയും നടക്കുന്ന മനുഷ്യരെ പ്രവൃത്തി മാർഗങ്ങളിൽ നിന്ന് വിടർത്തി നിവൃത്തി മാർഗത്തിലേക്ക് എത്തിക്കാനാണ് വേദവ്യാസ മഹർഷി ഈ പണിയൊക്കെ എടുത്തത്. വേദങ്ങളെ രസിച്ചു. അയ്യോ, ഋഗ്വേദം എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം തന്നെ മേടിക്കാൻ കിട്ടാനുണ്ട്. 8-10 വോളിയാണ്. ഈ ഋഗ്വേദം ഒന്ന് ബൈഹാട്ടാക്കണമെങ്കിൽ എന്ത് വേണം? 8 കൊല്ലോ 10 കൊല്ലോ ബ്രഹ്മസംവാദത്തിൽ എന്നിരുന്ന് തിരുമേനിമാര് വേദം അഭ്യസിക്കുന്നത്. 8-10 കൊല്ലം വേണം ആ വേദം, ഒരു വേദം ബൈഹാട്ടാക്കണമെങ്കിൽ. അതിന്റെ അർത്ഥം പഠിക്കണമെങ്കിലോ ഒരു പുരുഷായസ് പോരാ. അവരങ്ങനെ തന്നെ മാറ്റി വെച്ചു, ഞങ്ങളെ കൊണ്ടാവില്ല ഈ വേദം എടുക്കരുത്. എന്നാൽ ഈ മണ്ടന്മാര് അതിന്റെ സത്ത്, എസൻസ് എന്തെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിന് വ്യാഖ്യാനം എഴുതി. ഏതാ? ഉപനിഷത്ത്. ഉപനിഷത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉപനിഷത്ത്, സ്റ്റാൻഡിങ് നിയർ ബൈ എന്ന വാക്കിന്റെ അർത്ഥം. ഉപ മീൻസ് നിയർ ബൈ, ഭഗവാന്റെ അടുത്ത് നിൽക്കുന്നത് എന്നർത്ഥം. അപ്പൊ ആ ഉപനിഷത്തുക്കൾ എഴുതി വേദങ്ങളുടെ വ്യാഖ്യാനമായിരിക്കുന്ന വേദാന്തം ഉപനിഷത്തുക്കൾ എഴുതി. യഥോ വാചോ നിവൃത്തന്തേ അപ്രാപ്യ മനസാ സഹ. ഇതൊക്കെ വായിച്ചു വെച്ചപ്പോൾ അപ്പടച്ചു വെച്ചു. എന്താ കാരണം? പഠിച്ചാൽ പൊട്ടുന്നില്ല. വേദം ബൈഹാട്ടാക്കാൻ പറ്റാത്തവൻ പിന്നെ ഇത് കടിച്ചാൽ പൊട്ടാത്ത സാധനം. അയ്യോ, ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഉപനിഷത്തോ ദശോപനിഷത്തിന്റെ വ്യാഖ്യാനം എത്രയാ കിട്ടാനുള്ള? ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. 2 പേജ് വായിച്ചാൽ അപ്പം മടക്കി വയ്ക്കും. എന്താ കാരണം? ഈ തലയിൽ ഇതൊന്നും കേറില്ല. അവരതും മടക്കി വെച്ചു. പഞ്ചമവേദം എന്ന് പറയുന്ന 1.25 ലക്ഷത്തിലധികം ശ്ലോകങ്ങളുള്ള മഹാഭാരതം രചിച്ചു. എന്നിട്ടും മനുഷ്യന് നേരെയായോ? ഇല്ല. എന്തിനു വേണ്ടിയിട്ടായി പാടക്കപ്പെട്ടെ? കൃഷ്ണപ്രാപ്തികരം ശശ്വത്സാധനം. ഈ സംസാരികളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാനാണ് ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ രചിച്ചത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. തന്റെ സകല പ്രവൃത്തികളും ജലരേഖ പോലെയായി നിഷ്ഫലമായി തീർന്നു. ഇനി എന്ത് ചെയ്താലാണ് ലോകം നേരിയാവുക? ഇത് വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തിന് ദുഃഖം വന്നത്. ലോകം നേരിയാവാൻ ഇത്രയൊക്കെ നല്ല പരിപാടികൾ, വേദങ്ങൾ എഴുതി, വേദാന്തങ്ങൾ എഴുതി, മഹാഭാരതം എഴുതി, എന്നിട്ടും ജനങ്ങൾ തിരിഞ്ഞു നോക്കണില്ല. 17 പുരാണങ്ങൾ എഴുതി, ഒരു രക്ഷയില്ല. അപ്പൊ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? ജനങ്ങൾക്ക് ഉപദേശിക്കേണ്ടത് ഞാൻ പറയാതിരുന്നിട്ടുണ്ടോ? എന്താ ഞാൻ ചെയ്യേണ്ടത്? സരസ്വതി നദീ തീരത്തുള്ള ശമ്യാപ്രാസം എന്നവന്റെ ആശ്രമത്തില് ധ്യാനനിരതനായിട്ട് ദുഃഖാർത്ഥനായിട്ട് ഇരിക്കണു വേദവ്യാസ മഹർഷി. താൻ എന്ത് ചെയ്തിട്ടും ലോകം നന്നാവണില്ല. എന്ത് ചെയ്താൽ ജനങ്ങൾ പ്രവൃത്തി മാർഗത്തിൽ നിന്ന് നിവൃത്തി മാർഗത്തിലേക്ക് എത്തും, ഭഗവാന്റെ അടുത്ത് എത്തും. ആ സമയത്താണ് നാരദൂചിതം ശ്രീനാരദ മഹർഷി അവിടെ വന്നത്. മഹതി എന്ന വീണയും വീട്ടിക്കൊണ്ട് ഹരേ നാരായണ നാമം ജപിച്ചുകൊണ്ട് 14 ലോകത്തിലും സഞ്ചരിക്കുന്ന ആളാണ്. ഉണ്ടോ പുരാണ കഥ നാരദനുണ്ടതിങ്കൽ? പുരാണമാണോ? അതിൽ നാരദനുണ്ട്. നാരദനില്ലാണ്ട് പുരാണവും ഇല്ല. ആരാ നാരദൻ? നാരദനെ കുറിച്ച് നമുക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഏഷണിക്കാരനാണെന്ന്. അല്ലാട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഏഷണിക്കാരനല്ല, ഏഷണകളെ ഇല്ലാതാക്കുന്ന ആളാണ്. നമുക്ക് കുറെ ഏഷണകളുണ്ട്, പ്രധാനമായിട്ട് 3 എണ്ണം. ഒന്ന്
വിത്തേഷണം, കാശുണ്ടാക്കാനുള്ള മോഹം. രണ്ടാമത്തത് എന്താ? ദാരേഷണ, എന്റെ പങ്കാളി, പ്രിയപ്പെട്ട ഭാര്യ. മൂന്നാമത്തതോ എന്റെ മക്കള്, പുത്രേഷണ. വിത്തേഷണ, ദാരേഷണ, പുത്രേഷണ. ഏഷണാത്രയം എന്നാണ് ഇതിന് പറയുക. അപ്പൊ നമ്മൾ എന്ത് ചിരിച്ചാ നടക്കുക? എന്റെ കാര്യമഖിലം നടക്കണം, എന്റെ ഭാര്യ സുതരും സുഖിക്കണം, അല്ലേ നമ്മുടെ ഫോർമുല. മലയാളികൾ നമ്മൾ പറയും ഞാനായി എന്റെ പാടായി, അല്ലെ? നമ്മളിങ്ങനെ ഒതുങ്ങുകയാണ്. ഒതുങ്ങി 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 സങ്കുചിതമായിട്ടുള്ള മനസ്സിലേക്ക് ഒതുങ്ങി പോവുക. ഞാനായി എന്റെ പാടായി. അപ്പൊ ഈ മൂന്ന് ഏഷണകളെ ഇല്ലാതാക്കുന്ന ആള് ശ്രീനാരായണ മഹർഷി പറയും, ഈ ഫെവിക്കോൾ കൊണ്ട് നിങ്ങൾ നടക്കണ്ട, ഇതൊക്കെ നശിക്കണതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ട കാര്യം പറഞ്ഞു തരാം. എന്ത്? ആധ്യാത്മിക ജ്ഞാനം. ആ ജ്ഞാനത്തിന് പറയുന്ന പേരാണ് നാരം. നാരം ദദാതി ഇതി നാരദ. ആധ്യാത്മിക ജ്ഞാനത്തിനെ പറഞ്ഞു കൊടുക്കുന്നവനാരോ അവൻ നാരദൻ. ഇനി നാരം എന്നുള്ള പറഞ്ഞ ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഒന്നൊന്നുമില്ല. നാരം എന്നുള്ളതിന് പാപം എന്നർത്ഥമുണ്ട്. ദ്യതി, നശിപ്പിക്കുന്ന ആള്. നാരം ദ്യതി ഇതി നാരദ. നമ്മുടെ എല്ലാം പാപങ്ങൾ നശിപ്പിക്കുന്ന ആള് നാരദൻ. പല അർത്ഥങ്ങളുണ്ട് നാരത്തിന്. ഇപ്പൊ മനുഷ്യരുടെ സകല പാപങ്ങളെയും നശിപ്പിച്ച് ഭക്തനെ ഭഗവാനിലേക്ക് എത്തിക്കണോ, ഭഗവാനെ ഭക്തനിലേക്ക് എത്തിക്കുന്ന മധ്യവർത്തി ഏജന്റാണ്. ധ്രുവൻ, പ്രഹ്ലാദൻ, പ്രചേതസ്സുകള്, എത്രയോ 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 ആൾക്കാർ. അതുകൊണ്ടാണ് ഇന്നലെ വായിച്ച ആ പ്രഥമ അധ്യായത്തില് മാഹാത്മ്യത്തില് അവസാനത്തെ ശ്ലോകം, ജയതി ജഗതിമായാം യസ്യ കായാഭവസ്തേവ ജനനജനമേകം കേവലം ചാകലയ്യ ധ്രുവപദമപി യാതോയൽ പ്രഭാതോ ധ്രുവോയം സകല കുശലപാത്രം ബ്രഹ്മപുത്രം നതോസ്മി എന്ന് എല്ലാവരും സകല കുശലപാത്രം. ഭക്തന്മാരെ ഭഗവാനിലേക്ക് എത്തിക്കുന്ന, ഭഗവാനെ ഭക്തരിലേക്ക് എത്തിക്കുന്ന മധ്യവർത്തിയായിട്ടുള്ള ശ്രീനാരദ മഹർഷിയെ ആശ്രയിക്കുക. ശ്രീനാരദ മഹർഷി അവിടെ വന്നു, പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് അർഘ്യപാദ്യ ആസനാദികളൊക്കെ കൊടുത്തു. നാരദൻ നോക്കിയപ്പോ വേദവ്യാസന്റെ മുഖം വല്ലാതെ മ്ലാനമായിട്ടിരിക്കണു, ദുഃഖാർത്ഥമായിട്ടിരിക്കണു. ചോദിച്ചു ശ്രീനാരദ മഹർഷി, കഥം ബ്രഹ്മൻ ദീനമുഖ. ഇന്നലെ മാഹാത്മ്യത്തിൽ കണ്ടതുപോലെ, മാഹാത്മ്യത്തിൽ നമ്മൾ കണ്ടു ശ്രീനാരദ മഹർഷിയോട് സനകാദികൾ ചോദിച്ചു, അങ്ങയുടെ മുഖം എന്താ പാടിയിരിക്കണത്? അതേ ചോദ്യം ശ്രീനാരദ മഹർഷി വ്യാസനോട് ചോദിച്ചു, എന്താ അങ്ങയുടെ മുഖം പാടിയിരിക്കണേ? അപ്പോ വേദവ്യാസ മഹർഷി പറഞ്ഞു, ശ്രീനാരദ മഹർഷിയെ 14 ലോകത്തിൽ സഞ്ചരിക്കുന്ന ജ്ഞാനസൂര്യനാണ് അവിടുന്ന്. അവിടത്തേക്ക് അറിയാത്തതൊന്നുമില്ല. സകല ചരാചരങ്ങളിൽ സഞ്ചരിക്കുന്ന ആളാണ്. 14 ലോകത്തിൽ സൂര്യനെ പോലെ, ഇരുട്ടിനെ അകറ്റി പ്രകാശം നൽകുന്ന സൂര്യനെ പോലെ ജ്ഞാനസൂര്യനാണ് അവിടുന്ന്. എല്ലാവരുടെയും അജ്ഞാനത്തിന് മാറ്റുന്ന ആളാണ്. അങ്ങേക്ക് അറിയാത്തതൊന്നുമില്ല. എന്നാലും ഞാൻ പറയാം, ലോകത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു. വേദങ്ങളെ രചിച്ചു, വേദാന്തങ്ങളെ എഴുതി, മഹാഭാരതം എഴുതി, പഞ്ചമവേദം, 17 പുരാണങ്ങൾ എഴുതി. എന്നിട്ടും ജനങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ അലസരായിട്ട് പ്രവൃത്തി മാർഗത്തില് പുഴുക്കളെ പോലെ മുഴുകി നടക്കുന്നു. ഇതാണ് എന്റെ ദുഃഖം. അവരെ ഞാൻ എങ്ങനെ കരകയറ്റും? എന്റെ സകല പ്രവൃത്തികളും വെള്ളത്തിൽ വരച്ചതുപോലെ നിഷ്ഫലമായി തീർന്നോലോ. ശ്രീനാരദ മഹർഷി പതുക്കെ ഒന്ന് ചിരിച്ചു. വേദവ്യാസ, അങ്ങ് ഒരുപാട് കാര്യം ചെയ്തു എന്ന് അങ്ങേക്ക് തോന്നണില്ലേ? വേണ്ട കാര്യം അങ്ങ് ചെയ്തില്ല. അതാണ് അങ്ങയുടെ ദുഃഖത്തിന് കാരണം, ലോകം നേരെ ആവാത്തതിന്റെ കാരണം. അങ്ങ് ഒരു കാര്യം വിട്ടുപോയി. എന്താണോ വേണ്ടത് അത് വിട്ടു. എന്താണ്? ന തഥാ വാസുദേവസ്യ മഹിമാഹി അനുവർണ്ണിത. ഭഗവാൻ വാസുദേവന്റെ മഹാത്മ്യത്തിനെ അങ്ങ് വർണ്ണിച്ചില്ല. ആരാ വാസുദേവൻ? വസനാൽ സർവഭൂതാന, സകല ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നവനാരോ അവനാണ് വാസുദേവൻ. ലോകത്തിനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഭരിക്കുന്നതായ ആ സച്ചിദാനന്ദ സ്വരൂപി. ഇന്നലെ മഹാത്മ്യത്തിൽ വായിച്ച 1-ാമത്തെ ശ്ലോകം,
സച്ചിദാനന്ദരൂപായ വിശ്വൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ. ആ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യം അങ്ങ് വർണ്ണിച്ചില്ല. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയില്ലേ? ഇതിലൊന്നിലും ഭഗവാന്റെ മാഹാത്മ്യം ഇല്ല. ഭഗവാന്റെ മാഹാത്മ്യം വർണ്ണിക്കാത്ത ഒരു ഗ്രന്ഥം ധർമ്മവും അർത്ഥവും കാമവും, ഈ മൂന്ന് കാര്യങ്ങളും അങ്ങ് പറഞ്ഞു. നാലാമത്തെ കാര്യം, നാലാമത്തെ പുരുഷാർത്ഥം, ഒരു പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം, മോക്ഷം എന്ന പുരുഷാർത്ഥം നേടാൻ ആവശ്യമായ കാര്യം മാത്രം അങ്ങ് പറഞ്ഞില്ല. മോക്ഷം നേടണമെങ്കിൽ എന്ത് വേണം? ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം. ഭഗവാനിൽ ഭക്തി ഉണ്ടാവണമെങ്കിൽ ഭഗവാനെ അറിയണം. ഭഗവാന്റെ മഹിമ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കണം. അത് മാത്രം അങ്ങ് ചെയ്തില്ല. അതുകൊണ്ട് മദൻവചിത്രപദം ഭരണ്യശോ ജഗൽപവിത്രം പ്രകീതകർഹിച്ചിൽ, ഭഗവാന്റെ മാഹാത്മ്യം ഒരു ഗ്രന്ഥത്തിൽ വർണ്ണിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രന്ഥത്തിനെ ഞാൻ വിളിക്കുന്ന പേര് തദ്വായസം തീർത്ഥം. വായസം എന്ന് പറഞ്ഞാൽ കാക്ക എന്നർത്ഥം. അത് കാക്കയ്ക്ക് കുളിക്കാനുള്ള വെള്ളം. കാക്ക എവിടെയാ കുളിക്കുക? ചളിവെള്ളത്തിലാ കുളിക്കുക. നയത്ര ഹംസാനിരമന്തി ശിക്ഷയ, അവിടെ ഒരിക്കലും ഹംസപക്ഷികൾ വരില്ല. ഹംസങ്ങൾ എവിടെയാ വരിക? ശുദ്ധമായ മാനസ സരസിലാ വരിക. അപ്പൊ അങ്ങ് എഴുതിയ കേമമാണ്, ലോകത്തിന് ഉപകാരപ്രദമാവും എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒന്നിലും ഭഗവാന്റെ മഹിമയില്ല. ഭഗവാന്റെ മഹിമ വർണ്ണിക്കാത്ത ഒരു ഗ്രന്ഥം എത്ര വലുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പദഭംഗി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വൃത്തഭംഗി ഉണ്ടെന്ന് കാര്യമില്ല. വൃത്തഭംഗിയോ അലങ്കാരഭംഗിയോ പദഭംഗിയോ എന്തെല്ലാം ഉണ്ടായാലും ശരി, ഭഗവാന്റെ മാഹാത്മ്യമില്ലെങ്കിൽ സജ്ജനങ്ങൾ അത് തിരിഞ്ഞു നോക്കില്ല. അതിന് പകരം തദ്വാദ്വിസർഗോ ജനനാഥ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമന്യനന്ദസ്യ യശോഗീതാണിയൽ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. അതിന് പകരം ഭഗവാന്റെ മാഹാത്മ്യം വർണ്ണിക്കുന്നതായ ഒരു ഗ്രന്ഥമാണെങ്കിൽ സജ്ജനങ്ങൾ അതിനെ കേൾക്കും, സജ്ജനങ്ങൾ അതിനെ കീർത്തിക്കും, സജ്ജനങ്ങൾ അതിനെ പ്രകാശിപ്പിക്കും, സജ്ജനങ്ങൾ അതിനെ പ്രചരിപ്പിക്കും. ഇതെന്താ ജനങ്ങൾ ആരും തിരിഞ്ഞു നോക്കാത്തത്? ഇതിലൊന്നുമില്ല, കാമ്പൊന്നുമില്ല. ഭഗവാന്റെ മാഹാത്മ്യം അതിനെ വർണ്ണിച്ചിട്ടില്ല. ഈശ്വരലീലകളാണ് സർവവും എന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കണം. ഈശാവാസ്യം എന്ന ഉപനിഷത്തിലെ 1-ാമത്തെ വാക്യം, ഈശാവാസ്യമിതം സർവം, ഇതെല്ലാം ഭഗവത് ലീലകളാണ് എന്ന തത്വം മനസ്സിലാക്കി കൊടുക്കണം. ഈശ്വരലീലകളാണ് സർവസ്വവും. നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ ഉദിക്കുന്നതും വായു വീശുന്നതും സമുദ്രം തിരയടിക്കുന്നതും കാലം അതാത് അവസരങ്ങളിൽ വരുന്നതും വൃക്ഷങ്ങൾ പുഷ്പിക്കുന്നതും കായ്ക്കുന്നതും എല്ലാം 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 ഭഗവാന്റെ ലീലയാണ് എന്ന ലോകത്തിന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യണല്ലേ, അടുത്ത ശ്വാസം എടുക്കുന്നതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ചിന്തിച്ചു നോക്കിക്കോളൂ. എന്നിട്ടല്ലേ കോളറും പൊക്കി വെച്ച് നമ്മൾ നടക്കണേ, നമ്മളെ എന്തൊക്കെയോ ആണെന്ന്. എല്ലാം 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 ഉണ്ട് എന്ന് പറഞ്ഞ് കോളറും പൊക്കി വെച്ച് ഹൈ ഹീൽഡ് ചെരുപ്പിട്ട് നടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഉദാഹരണത്തിന് പറഞ്ഞ ചത്തുപോകും ശിവ ശിവ. എന്താ നേടിയേ? പൂജ്യം. ഇതാണ് പറയേണ്ടി വരിക. അപ്പൊ സകലതും ഈശ്വരലീലയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരു തവണ തുമ്മുമ്പോ നമ്മുടെ ഹാർട്ട് ഒരു പ്രാവശ്യം നിൽക്കണമെന്നാണ് മോഡേൺ സയൻസ് പറയണത്. അതുകൊണ്ടാണ് കൊച്ചു കുട്ടികൾ തുമ്മുമ്പോൾ നമ്മൾ ഹരികൃഷ്ണ എന്ന് പറയണേ. തുമ്മലിന് ശേഷവും എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കണമല്ലോ, ഭഗവാനെ സ്തുതിക്കുക. അടുത്ത ശ്വാസം എടുക്കുന്നതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? എന്നിട്ട് എന്തൊക്കെയാ മലർപ്പൊടിക്കാരുടെ സ്വപ്നം പോലെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, മലയെടുത്ത് മാറ്റി മറിക്കും അല്ലെ? ഒരു നിമിഷം
ലോകത്തിലുള്ള സകല ജനങ്ങളെയും മാലിന്യത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് എടുത്ത് ചാടിയ ആളുടെ കഥ കഴിഞ്ഞില്ലേ ഒരു നിമിഷം കൊണ്ട്. ഈ ഉപജീവനത്തിന് വേണ്ടിയിട്ട് തടി കയറ്റിയ ലോറിയിൽ കൊണ്ടുവന്ന ഒരാള് വെറുതെ നിൽക്കുന്ന മണ്ണ് ഇടിഞ്ഞുകൂടെ പോകുന്നു. ഇതേവരെ കിട്ടിയിട്ടില്ല ആള്. എന്താ മനുഷ്യന് അഹങ്കരിക്കാനുള്ളത്? കണ്ടു കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. അപ്പൊ ലോകത്തിലുള്ളത് എല്ലാം 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 ഈശ്വരലീലയാണ് എന്ന് നമുക്ക് മനസ്സിലാവണം. നമ്മൾ നടക്കുന്ന നേരത്തെ ഒരു സ്റ്റെപ്പ് തെറ്റിയാൽ മതി, മറിഞ്ഞടിച്ച് വീണാ കഥ കഴിഞ്ഞു. എന്നിട്ടും നമ്മുടെ അഹങ്കാരത്തിന് മാറ്റില്ല. ഇത് ലോകത്തിനെ പഠിപ്പിക്കണം. ലോകത്തിലുള്ള സകലതും ഈശ്വരലീലകളാണെന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഭഗവാന്റെ മാഹാത്മ്യത്തിനെ ഉറപ്പിച്ചു കൊടുക്കണം, അവർക്ക് ബോധ്യമാക്കി കൊടുക്കണം. അപ്പൊ ഈശ്വരലീലകളാണ് ലോകത്തിൽ സർവവും എന്ന തത്വത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങ് എന്തെങ്കിലും വർണ്ണിക്കാൻ തിരിഞ്ഞാല് മനുഷ്യന്റെ മനസ്സാണ് അത്. ഏതെങ്കിലും സംസാര സാഗരത്തിൽ ചലിക്കുന്ന കപ്പലാണ് മനുഷ്യന്റെ ശരീരം. അതെവിടെ? ഏതെങ്കിലും പാറക്കൽ തെറ്റി നശിച്ചു പോകും. ഒരിക്കലും മുങ്ങിത്താഴ്ച ലോകത്തിലെ ഏറ്റവും സുശക്തമായ ആഡംബര കപ്പലായിരുന്നു ടൈറ്റാനിക്. മുങ്ങില്ല ഒരിക്കലും. സർവ്വ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ യാത്ര തന്നെ അവസാനത്തെ യാത്രയായി. എന്താ കാരണം? ഒരു ഐസ്ബർഗ് ചെന്ന് ഇടിച്ചു എന്നുള്ളത്. ഇതേപോലെ ടൈറ്റാനിക് സിനിമ കണ്ടാൽ പോരാ, ടൈറ്റാനിക്കിന്റെ കഥ കേട്ടാൽ പോരാ, ടൈറ്റാനിക് എന്ന് പറഞ്ഞാൽ പോരാ. ഈ ടൈറ്റാനിക് ആരാ? നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതം തന്നെയാണ് ടൈറ്റാനിക്. ഒരു ഐസ്ബർഗ് വേണ്ട തട്ടി നശിക്കാനായിട്ട്. അപ്പോ ഇങ്ങനെയുള്ള ആ മഞ്ഞുമലയിൽ തട്ടി നമ്മുടെ ജീവിതമാകുന്ന നൗക, ജീവിത നൗക ടൈറ്റാനിക് എന്ന നമ്മുടെ ജീവിത കപ്പൽ തട്ടി തകരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ നയിക്കാൻ ഒരു നായകൻ വേണം, ഒരു ഗുരു വേണം. അതാണ് ഗജേന്ദ്രൻ പറഞ്ഞത്, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന്. അഖില ഗുരുവായുള്ള നാരായണനെ ശരണം പ്രാപിക്കാൻ സാധിക്കണം. ഇത് സാധിക്കണമെങ്കിൽ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ചാട്ടുളി പോലെ, കുന്തം പോലെ മനുഷ്യന്റെ ഹൃദയത്തില് ഇത് തറച്ചിരിക്കണം. സകലവും ഈശ്വരലീലകളാണ് എന്ന് മനുഷ്യന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അവന്റെ ജീവിത നൗക പാറക്കെട്ടിൽ തട്ടി തകർന്നു. അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം, ഭഗവാന്റെ മാഹാത്മ്യത്തിനെ വേണ്ട രീതിയിൽ വർണ്ണിച്ചു കൊടുക്കണം. വേദവ്യാസ, അങ്ങ് ഈശ്വരൻ തന്നെയാണ്. ഭഗവാന്റെ 24 അവതാരത്തിൽപ്പെട്ട ആളാണെന്ന്. പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായിട്ട് ഭഗവാൻ തന്നെ അംശാവതാരം എടുത്തതാണോ വേദവ്യാസൻ? കൃഷ്ണദ്വൈപായനൻ. ഗുരുവായൂരപ്പന്റെ പേരും കൃഷ്ണൻ എന്ന്, വ്യാസന്റെ പേരും കൃഷ്ണൻ എന്ന് തന്നെ. കൃഷ്ണദ്വൈപായനൻ പൊള്ളി. അപ്പൊ അങ്ങേക്ക് അറിയാത്തതൊന്നുമില്ല. സമാധിന അനുസ്മര. അങ്ങ് ധ്യാനത്തിലിരുന്നാൽ അങ്ങേക്ക് ബോധ്യപ്പെടും എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ അങ്ങേക്ക് ഒരു പ്രതിസന്ധിയാണ്, ഒരു കൺഫ്യൂഷൻ. എന്താ ചെയ്യേണ്ടത്? അങ്ങ് സമാധിയിൽ ഇരുന്നാൽ മതി. 6 ഇന്ദ്രിയങ്ങളെയും അടക്കി കഴിഞ്ഞാൽ മനസ്സിലാവും തന്നിൽ താനെ വിളങ്ങണോ ആ ഗുരുവായൂരപ്പൻ എന്ന്. നമ്മുടെ ഉള്ളിൽ തന്നെ വിളങ്ങുന്നുണ്ട് പ്രകാശം. ഇത് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ നമുക്കെന്താ കുഴപ്പം? 5 ഇന്ദ്രിയങ്ങൾ ലൗഡ് സ്പീക്കർ വരെ പുറത്തേക്കാം. പുറത്തുള്ളതാ നമ്മൾ കാണാം, അല്ലേ? അകത്തേക്ക് നമ്മൾ നോക്കണില്ല. അകത്തേക്ക് നോക്കണം. ഭഗവാനെ കാണണമെങ്കിൽ 6 ഇന്ദ്രിയങ്ങൾ അടക്കണം. അതിനാണ് ദീപസ്തംഭത്തിന്റെ ചുവട്ടില് ഒരു ജന്തുവിന്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. താരങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ദീപസ്തംഭം താങ്ങി നിൽക്കേണ്ട ഒരു ജന്തു, ഒരു ആമയുടെ ഇത് വെച്ചിട്ടുണ്ട്. എന്തിനാണാവോ? അറിയണം. നമ്മൾ അടുത്ത് ചെന്നാൽ ആമയുടെ ഏറ്റവും വലിയ പ്രത്യേകത 4 കാലുകളും 4 തല ഉള്ളിലേക്ക് വരും എന്ന് പറഞ്ഞാൽ 6 ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കണം. അയ്യപ്പസ്വാമിയുടെ മുമ്പിലേക്ക് വരുമ്പോ സർവേന്ദ്രിയാണാം നയനം പ്രധാനം. കണ്ടുകൊണ്ട് കാണേണ്ടത് അയ്യപ്പസ്വാമിയാണ്. ബാക്കി എന്തൊക്കെ നടക്കണോ അതല്ല. ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ. അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ വന്നാല് അതേ പറയാനുള്ളൂ, ശരണമയ്യപ്പ എന്നേ
പറയാനുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. പക്ഷെ നമ്മുടെ BBC കേന്ദ്രമാണ് ഇപ്പോൾ അമ്പലത്തിലെ ക്ഷേത്രത്തിൽ പോയപ്പോൾ കേട്ടോ ന്യൂസാന്നാണ് നമ്മൾ പറയാം. അത് പാടില്ല. ക്ഷേത്രത്തിൽ വരുമ്പോ നമ്മുടെ 6 ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കിയിട്ട് ഭഗവാനെ സമാധിന, അപ്പോൾ തന്നിൽ താനായിട്ട് വിളങ്ങുന്ന ആ അയ്യപ്പസ്വാമിയെ, ഗുരുവായൂരപ്പനെ, ആ ശിവസ്വരൂപിയെ നമുക്ക് കാണാനാവും. അതുകൊണ്ട് ഹേ വേദവ്യാസ, അങ്ങ് ഭക്തിസാന്ദ്രമായിരിക്കുന്ന ഒരു ഗ്രന്ഥം രചിക്കൂ. അങ്ങ് മഹാഭാരതം രചിച്ചു എന്ന് പറഞ്ഞു. 1.25 ലക്ഷത്തിലധികമുള്ള വലിയ ഗ്രന്ഥമാണ്. ഇത്തരം വലിയൊരു ഗ്രന്ഥം ലോകത്തിലില്ല. പക്ഷേ അതില് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ, ഗുരുവായൂരപ്പന്റെ റോൾ എന്താ? അർജുനന്റെ ഡ്രൈവർ അല്ലേ? പേര് തന്നെ എങ്ങനെയാ? പാർത്ഥസാരഥി എന്നാ പേര്. ആലോചിച്ചു നോക്കൂ. സച്ചിദാനന്ദരൂപായ വിശ്വൽപത്യാഭിഹേതമേ, ലോകത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ പിടിച്ച് അർജുനന്റെ ഡ്രൈവറാക്കി. ഇതിലും വലിയ മണ്ഡലത്തിലുള്ള അജോഗോസീതം മുഖത്ത് നോക്കി ചീത്ത വിളിച്ചു. നാണല്ലേ അങ്ങേക്ക്? ഭഗവാന്റെ മാഹാത്മ്യം ഇങ്ങനെ വർണ്ണിച്ചാൽ ഗുരുവായൂരപ്പനെ എങ്ങനെ അറിയാം മനുഷ്യര്? സച്ചിദാനന്ദരൂപായ, അതാദ്യം പഠിപ്പിക്കൂ. വിശ്വൽപത്യാദിഹേതവേ, രണ്ടാമത് പഠിപ്പിക്കൂ. താപത്രയ വിനാശായ, മൂന്നാമത് പഠിപ്പിക്കൂ. എന്നിട്ട് 4ാമത്തെ വാക്ക് പഠിപ്പിക്കുക, ശ്രീകൃഷ്ണായ. അപ്പൊ ഭഗവാനാണ് ഇതെല്ലാത്തിനും കാരണഭൂതനായിരിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ലോകത്തിലുള്ള സകല കർമ്മങ്ങളും, നാമജപമായിക്കോട്ടെ, വ്രതമായിക്കോട്ടെ, യജ്ഞമായിക്കോട്ടെ, ദാനമായിക്കോട്ടെ, എല്ലാ കർമ്മങ്ങളും, ഈ മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏത് കർമ്മങ്ങളും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഉത്തമ ശ്ലോക ഗുണാനുവർണ്ണനം, ഭഗവാനെ കീർത്തിക്കാനാ, ഭഗവാനെ പൂജിക്കാനാ. എന്തിനാ ഈ മനുഷ്യ ശരീരം തന്നത്? ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെപ്പോഴെങ്കിലും? എന്തിനാ ഈ മനുഷ്യ ശരീരം തന്നെ? നമുക്ക് സുഖിക്കാൻ അല്ലേ? അല്ല, നമുക്ക് സുഖിക്കാനല്ല. പരോപകാരാർത്ഥം ഇതം ശരീരം. സകല ചരാചരങ്ങളിലും ആ ഗുരുവായൂരപ്പൻ വാസുദേവൻ സ്ഥിതി ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ശരീരം കൊണ്ട് മറ്റുള്ളവരെ സേവിക്കപ്പോഴാണ്, പൂജിക്കപ്പോഴാണ് മാനവ സേവ, മാധവ സേവയായിട്ട് പറയുക. സ്വധർമ്മ ആരാധനമച്യുതസ്യ, ഇത് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഭഗവാന്റെ മാഹാത്മ്യത്തിനെ വർണ്ണിക്കുന്ന ഭക്തി നിറഞ്ഞു തുളുമ്പുന്നതായ ഒരു ഗ്രന്ഥം. ഇതവിടെ വായിച്ചാൽ ആഹ്ലാദം കൊണ്ട്, ആനന്ദം കൊണ്ട് പൊട്ടി ഇങ്ങനെ കരയാൻ പറ്റണം മനുഷ്യന്. എന്താ പൊട്ടിക്കരയുന്നതിന്റെ രഹസ്യം? സന്തോഷം കൊണ്ട് നമുക്ക് കണ്ണുനീര് വരും, ഇല്ലേ? എപ്പോ ആ മേഘസുന്ദരനെ കുറൂരമ്മ കലത്തിന്റെ ചുവടിട്ട് അടച്ചു എന്ന് വായിക്കുമ്പോ, യശോദമ്മ ഒരലമ്മ പിടിച്ച് കെട്ടിയിട്ടു എന്ന് വായിക്കുമ്പോ നമ്മുടെ കണ്ണീന്ന് വെള്ളം വരില്ലേ? സന്തോഷം കൊണ്ട്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഐസ് കട്ടയാ, മരവിച്ചിങ്ങനെ ഇരിക്കുക. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴാണ് ആ മഞ്ഞുകട്ട ഇങ്ങനെ ഉരുക്കുക. ഉരുകി അത് കണ്ണിക്കൂടെ പുറത്തേക്ക് വരും. അപ്പൊ ഗുരുവായൂരപ്പനെ കാണുമ്പോ, ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോ ആ കണ്ണ് നിറഞ്ഞു തുളുമ്പും. മനസ്സാഗ്രഹിച്ചതേ ഹൃദയഗ്രന്ഥി, ഹൃദയമാകുന്ന ഗ്രന്ഥി പൊട്ടിയിട്ട് അത് ഉരുകി കണ്ണിക്കൂടെ പുറത്തേക്ക് വരും. അങ്ങനെ ആനന്ദബാഷ്പം തൂകിക്കൊണ്ട് തുള്ളിച്ചാടാൻ പറ്റണം. ഗോപികമാരെ പോലെ തുള്ളിച്ചാടാൻ പറ്റണം. അവർക്ക് സന്തോഷം വന്നാലും, സങ്കടം വന്നാലും, ഭയം വന്നാലും അവർക്ക് എപ്പോഴും കണ്ണുനീരാ. എന്താ കാരണം? രാമകൃഷ്ണ ദാമോദര എന്നിപ്രകാരം ഇതുപോലെ ഭക്തി നിറഞ്ഞു തുളുമ്പുന്ന, ഇന്നലെ നമ്മൾ മഹാത്മ്യത്തിൽ കണ്ടത്, ഭാഗവത മഹാത്മ്യങ്ങൾ കേട്ടപ്പോഴേക്കും ഭക്തി ദേവി മിട്ടുമിട്ടുകന്മാരായ 2 ഉണ്ണികളെ കൈകൊണ്ട് പിടിച്ചത് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ തുള്ളിച്ചാടുകയും. ഇതുപോലെ ജനങ്ങൾക്ക് ആനന്ദ നൃത്തം വയ്ക്കാൻ പറ്റണം. അങ്ങനെ ഭഗവാന്റെ മാഹാത്മ്യത്തിനെ വർണ്ണിക്കുന്നതായ ഭക്തി നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഗ്രന്ഥം രചിച്ചാലാണ്
മനുഷ്യർക്ക് ഈ സംസാരത്തിൽ നിന്ന് മുക്തി കിട്ടുക. ഭക്തി ഏകൈവ മുക്തിത, ഭക്തി ഏകൈവ മുക്തിത. ഭക്തി ഒന്ന് മാത്രമേ മുക്തിക്ക് സാധ്യമാവുള്ളൂ. മുക്തി കിട്ടണോ? ഭക്തി വേണം. വേറെ ഒരു യോഗ്യത കൊണ്ടും മുക്തി കിട്ടില്ല. അപ്പോൾ ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കുന്ന ഗ്രന്ഥം രചിച്ചാൽ അതിൻ്റെ ശ്രവണ, കീർത്തന, മനന, സ്മരണ, നിധിധ്യാസനങ്ങൾ കൊണ്ട് മനുഷ്യര് ഭഗവാൻ അടുത്തും. കൃഷ്ണപ്രാപ്തികരം ശശ്വത സാധനം, ഗുരുവായൂരപ്പനെ ഉള്ളം കയ്യിൽ കിട്ടും. അതുകൊണ്ട് ഭഗവാന്റെ മാഹാത്മ്യത്തിനെ വർണ്ണിക്കുന്ന ഭക്തിപൂർണമായ ഗ്രന്ഥം രചിക്കൂ. ഇത് ഞാൻ വെറുതെ പറയണതല്ല, എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാം. അനുഭവമല്ലേ ഏറ്റവും വലിയ ഗുരു. എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ. കഴിഞ്ഞ ജന്മം ഞാനൊരു ശൂദ്രബാലകനായിരുന്നു. അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല. ലോകത്തില് എനിക്ക് ഒരേ ഒരു ബന്ധുവേ ഉള്ളൂ, എൻ്റെ അമ്മ. അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയും. അമ്മ എവിടെ പോവുകയാണെങ്കിലും അമ്മയുടെ മുണ്ടിന്റെ അറ്റത്ത് പിടിച്ച് ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് ഞാനും പോവാറുണ്ട്. അങ്ങനെ എനിക്ക് ഒരു അസുലഭമായുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ചാതുർമാസ്യ വ്രതത്തിന് വന്ന ചില ഋഷീശ്വരന്മാരുമായിട്ട്, യോഗീശ്വരന്മാരുമായിട്ട് സമ്പർക്കമുണ്ടായി. സാധാരണ മഴ പെയ്യുന്ന അതിശക്തമായ 4 മാസക്കാലം സന്യാസിമാര് സഞ്ചരിക്കാറില്ല. മറ്റത് ഗ്രാമൈക യാത്ര വിധിന. ഒരു സന്യാസി ഒരു ഗ്രാമത്തില് ഒരു രാത്രിയെ തങ്ങാവൂ. വർണ്ണാശ്രമകർമ്മങ്ങൾ പറയുമ്പോൾ സപ്തമസ്കന്ധത്തിൽ പറയും, ഒരു രാത്രിയെ ഒരു ഗ്രാമത്തിൽ തങ്ങാവൂ, അല്ലെങ്കിൽ ഒട്ടൽ വരും, രചയക്കാരി വരും. അതുകൊണ്ട് ഒരു രാത്രി താമസിക്കാവും. പക്ഷേ ഈ ഭീകരമായിട്ടുള്ള മഴക്കാലം, ഇടവം, മിഥുനം, കർക്കിടകം, ആ മാസക്കാലം അവര് ഒന്നുകിൽ ഏതെങ്കിലും പർവ്വതങ്ങളുടെ ഗുഹകളില് അല്ലെങ്കിൽ ആശ്രമങ്ങളില് തങ്ങിക്കൊണ്ടാണ് അവർ വ്രതമനുഷ്ഠിക്കുക. ആ 4 മാസ വ്രതത്തിന് ചാതുർമാസ്യ വ്രതം എന്നാണ് പറയുക. അവിടെ എത്തിയപ്പോ ആ സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കത്തിലെത്തി ഞാൻ. അവർക്ക് വേണ്ടതായുള്ള പുഷ്പങ്ങൾ, ദർഭ, ശമത തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് കൊടുക്കാൻ, അവർ കഴിക്കുന്ന ആഹാരത്തിന്റെ ഒരംശം പ്രസാദമായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ നിരന്തരം ഈ 4 മാസക്കാലം ആ യോഗീശ്വരന്മാരുമായിട്ട് എനിക്ക് സമ്പർക്കം ഉണ്ടായി. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ അവരവരുടെ ധ്യാനവും ജപവും എല്ലാം കഴിഞ്ഞാൽ ഒഴിവ് സമയങ്ങളിൽ എന്നെ അടുത്ത് വിളിക്കും. എനിക്ക് 5 വയസ്സേ ഉള്ളൂ. ഉണ്ണി, കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? കഥകൾ കേൾക്കാൻ ഇഷ്ടമല്ലാത്ത ആരാണല്ലേ? 5 വയസ്സുകാരനും 95 വയസ്സുകാരനും കഥകൾ കേൾക്കാൻ ഇഷ്ടം. അതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കണം. അല്ലെങ്കിൽ ഭാഗവത പുസ്തകം എല്ലാവരെങ്കിലും ഇവിടെ വീട്ടിലേക്ക് വായിച്ചാൽ പോയി. അപ്പൊ കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ ഋഷീശ്വരന്മാര് എന്റെ മനസ്സിലേക്ക് ആ ഭഗവാന്റെ രൂപത്തിനെ പറഞ്ഞു തന്നു. കൊച്ചു കുട്ടിയായി 5 വയസ്സായിരിക്കുന്ന ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതൊക്കെ മേൽപ്പത്തൂര് പറഞ്ഞിരിക്കുന്നതായ രീതിയിൽ തൈരുകല തല്ലി ഉടച്ചപ്പോ യശോദമ്മ ചരടുകൊണ്ട് ഒരലിനോട് ചേർത്ത് കെട്ടി വെണ്ണക്കള്ളനായ മേഘസുന്ദരനായ ഗുരുവായൂരപ്പനെ എന്നുള്ള കഥകളൊക്കെ പറഞ്ഞു തന്ന് ഹൃദ്യാസീന്മേ ശനേർഹരി, ആ ഭഗവാന്റെ രൂപം എന്റെ മനസ്സിനകത്ത് കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെ പ്രകാശിക്കാൻ തുടങ്ങി. ഉണ്ണി, ഞാൻ പറഞ്ഞു തരാം, ഈ ലോകത്തിനെ സൃഷ്ടിച്ചതും പരിപാലിച്ചതും സംഹരിക്കുന്നതും ഒക്കെ ഈശ്വരനാണെന്ന് പറഞ്ഞ 5 വയസ്സുകാരന് വല്ലതും മനസ്സിലാവൂ? അപ്പൊ എന്താ? എല്ലാം ഉണ്ണികൃഷ്ണനാണ്. ആ ഭഗവാന്റെ രൂപം എന്താ? യഥോ വാചോ നിവൃത്തന്റെ അപരാധ മനസ്സാ സകാതെ പറയാനും മനസ്സിലാവും. നമുക്ക് മനസ്സിലാവണില്ല, അതിന് തന്നെ കൊച്ചുകുട്ടിക്ക് മനസ്സിലാവാൻ. അപ്പം കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ശ്രീനാരായണ മഹർഷി ബാലകനായിരുന്ന സമയത്ത് ആ യോഗീശ്വരന്മാരെ പറഞ്ഞു തന്നു എന്ന് പറയണു. സ്വന്തം അനുഭവം. ആ ശൂദ്രബാലകനായ എനിക്ക് ആ ഋഷീശ്വരന്മാരെ പറഞ്ഞു തന്നു. ഭഗവാന്റെ രൂപം അറിയോ? നിരന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറോടുകെട്ടി കരിമുകിലൊത്ത ചിപൂര ഭാരവും
മണികൾ പിന്നിടും മണിക്കിരീടവും. അതിസുന്ദരമായിട്ടുള്ള സസ്യശ്യാമള കോമള മേഘസുന്ദരനായിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ രൂപം വരച്ചങ്ങനെ കാണിച്ചു. സൂര്യസ്പർശി കിരീടം ഊർധ്വനിലകപ്രഭാസിഹാലന്തരം കാരുണ്യാകുല നേത്രം ആഗ്രഹോല്ലാസം സുനാസാപുടം എന്ന് രണ്ടാമത്തെ ദശകത്തിൽ പട്ടേരിപ്പാട് പറഞ്ഞതായ ആ രൂപത്തിനെ വർണ്ണിച്ചിട്ട് കാണിച്ചപ്പോ എന്റെ മനസ്സിൽ ആ മേഘസുന്ദരൻ തുള്ളി കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 4 മാസത്തെ വ്രതം കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ അവര് യാത്ര തുടരാൻ നേരത്ത് അവര് ഭഗവാനെ ഉപാസിക്കാനുള്ളൊരു മന്ത്രം പറഞ്ഞു. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃസന്യരിഷണായ ച മന്ത്രം പറഞ്ഞു തന്നു. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചിരുന്നോളൂ, നീ ഭഗവത് ഭക്തനായി തീരും ഉണ്ണേ. 4 മാസം കഴിഞ്ഞപ്പോൾ അവർ യാത്രയായി. ഞാൻ സ്വസ്ഥനായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു തന്നതല്ലേ, നിരന്ന വീതികൾ നിരക്കവേ കുത്തി. അപ്പോഴാണ് അമ്മ ഉണ്ണീന്ന് വിളിക്കുക. എനിക്ക് ആകെ ഒരു ബന്ധുവുള്ളൂ, ഞാൻ ഓടി വരും. എന്താ അമ്മയെ വിളിച്ചത്? അല്ല, നീ എവിടെയാണെന്നറിയാൻ അമ്മക്കോളൂ കേട്ടോ. വേഗം വീട്ടിൽ ചെന്നിരിക്കും. സൂര്യസ്പർശിടമുണ്ണി വീണ്ടും ഓടി വരും. എന്താ വിളിച്ചത് അമ്മേ? അപ്പൊ അമ്മ ഒരു കാര്യം പറയും, അത് ഞാൻ ചെയ്യും. അത് ചെയ്തിട്ട് വീണ്ടും ഒരാഴ്ച വീട്ടിൽ വന്നിരിക്കും. വീണ്ടും ഉണ്ണിക്കണ്ണനെ ധ്യാനിക്കുക. അപ്പൊ അതിനെത്തുമ്പോഴേക്കും അമ്മ വീണ്ടും വിളിക്കും. ഇങ്ങനെ പല പ്രാവശ്യമായപ്പോ എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. എന്റെ ആ ധ്യാനത്തിന് ഒരു നൈരന്തര്യം, തുടർച്ച കിട്ടുന്നില്ല. ഭഗവാൻ തീരുമാനിച്ചു, ഇവൻ എന്റെ ഭക്തനാവേണ്ടതാ. എന്നെ ധ്യാനിക്കുന്നതിന് ഈ ഉണ്ണിക്ക് ഒരു തടസ്സമുണ്ട്. ആരാ തടസ്സം? അത് എന്റെ അമ്മ. ആ അമ്മയെ ഭഗവാൻ തിരിച്ചു വിളിച്ചു. ഒരു ദിവസം രാത്രി പശുവിനെ കറക്കാൻ പോയ എന്റെ അമ്മ സർപ്പദംശനമേറ്റ് ഭഗവാന്റെ അടുത്തെത്തി. എന്റെ സകല ബന്ധനങ്ങളും എനിക്കില്ലാണ്ടായി. അനുഗ്രഹം മന്യമാന. അമ്മ മരിച്ചപ്പോൾ ഞാൻ പൊട്ടിക്കരയല്ല ചെയ്തത്. കാരണം ഇത് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി. 2 കാര്യ. ഒരാള് മരിക്കുന്നത് എപ്പോഴാണ്? പ്രാരബ്ധ കർമ്മം തീരുമ്പോഴാണ്. അത് 5 മാസം പ്രായമുള്ള ഒരു ശിശു ആവാം, 95 വയസ്സുള്ള വൃദ്ധനാവാം. എന്തിനാ എന്നെ ഇങ്ങനെ കിടത്തിയേക്കണേ? എന്നെ ഇവിടെ കൊണ്ടുപോകൂടെ നിലവിളിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ പ്രാരബ്ധം തീർന്നു. 20 വയസ്സായിട്ടുള്ളൂ. ജീവിതം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് അവനെ ഭഗവാൻ വിളിച്ചു. അവന്റെ പ്രാരബ്ധ കർമ്മം കഴിഞ്ഞു. നമ്മുടെ ഈ പലരും മിക്ക ആൾക്കാരും ഓഫീസിൽ ജോലി ചെയ്യുന്നവരല്ലേ. ജോലി കഴിഞ്ഞ ആരെങ്കിലും ഓഫീസിൽ ഇരിക്കാറുണ്ടോ? ഇല്ലല്ലോ, ഇറങ്ങിപ്പോരില്ലേ? ഇതേപോലെ ഒരു ജീവാത്മാവിന്റെ ഓഫീസാണ് ഈ ശരീരം. ഈ ശരീരത്തിൽ ജോലി കഴിഞ്ഞാൽ ജീവാത്മാവ് ഇറങ്ങിപ്പോകും എന്നതുപോലെയാണ് എന്നർത്ഥം. അപ്പൊ മരണത്തില് ദുഃഖിക്കല്ല വേണ്ടത്. ആദ്യം തന്നെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കും. പെറ്റ അമ്മ മരിച്ചപ്പോ പോലും ശ്രീനാരായണ മഹർഷിക്ക് ദുഃഖമല്ല തോന്നിയത്. ഇത് ഈശ്വരലീലയാണ്. ഒരു ജീവാത്മാവിന്റെ പ്രാരബ്ധകർമ്മം അവസാനിക്കുമ്പോ ഭഗവാൻ അവനെ തിരിച്ചു വിളിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാര്, ഈ വേണ്ടപ്പെട്ടത് എന്ന് പറയുന്നത് എന്താ? എന്റെ എന്ന് പറയുമ്പോഴായി കുഴപ്പം അല്ലേ? മാതൃഭൂമി പത്രത്തിലെ 10ാമത്തെ പേജ് എടുത്ത് നോക്കൂ, നിറച്ച് ഫോട്ടോസാണ്. അതിന്റെ ഏറ്റവും വലതുവശം നോക്കൂ. ടിപ്പർ ലോറി ഇടിച്ച് മരിച്ചു, വെള്ളത്തിൽ പോയി മരിച്ചു, ഇലക്ട്രിക് ഷോക്കേറ്റ് മരിച്ചു, സർപ്പദംശനമേറ്റ് മരിച്ചു. നമുക്ക് എന്തെങ്കിലും തോന്നാറുണ്ടോ? നമുക്കൊന്നും തോന്നാറില്ല. കൂടി വന്നാൽ നമ്മളെന്ത് പറയും? ഇപ്പൊ അർജുൻ എന്ന് പറയുന്ന ലോറി ഡ്രൈവറുടെ കാര്യം നമ്മൾ TV-യിൽ കാണണ്ട, യൂട്യൂബിൽ കാണണ്ട, പത്രത്തിൽ കാണണ്ട. നമ്മളെന്താ പറയാ? കഷ്ടായിട്ടോ, അത്രേ ഉള്ളൂ. നമ്മുടെ കാര്യം കഴിഞ്ഞു. അതിന് പകരം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിലോ, എന്റെ മുത്തച്ഛന് 97 വയസ്സായിട്ടുള്ളൂ, ആ ഗുരുവായൂരപ്പൻ വിളിച്ചോണ്ട് പോയില്ലേ? ഇതാ. അപ്പൊ എന്താ കാരണം? ഈ പൊട്ടല്. ശ്രീനാരായണ മഹർഷിക്ക് ഇത് ഈശ്വരലീലയാണെന്ന് മനസ്സിലായി. അനുഗ്രഹം മന്യമാന. ജീവിതത്തില് ഭഗവാനെ ഉപാസിക്കാൻ എനിക്ക് ഒരേ ഒരു തടസ്സമുണ്ടായിരുന്നു, ഒരേ ഒരു ബന്ധമുണ്ടായിരുന്നു, ഒരേ ഒരു ബന്ധനമുണ്ടായിരുന്നു, എന്റെ അമ്മ. ആ ബന്ധനത്തിനെ ഭഗവാൻ മുറിച്ചു കളഞ്ഞു. ഞാൻ സർവ സ്വതന്ത്രനായി. ഇനി എനിക്ക് എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാം. ബന്ധങ്ങളില്ല,
ബന്ധനങ്ങളില്ല. ഞാൻ ഉത്തര ദിക്കിലേക്ക് ഇങ്ങനെ നടന്നു പ്രശാന്ത സുന്ദരമായ ഒരു വനപ്രദേശത്തെത്തി. അവിടെ എത്തിയപ്പോ ഒരു സംശുദ്ധമായുള്ള ഒരു അരുവി കണ്ടു. ധാരാളം വെള്ളം കുടിച്ചു. കാലുമൊക്കെല്ലാം കഴുകി സ്വസ്ഥമായിട്ട് ഒരു ആലിന് ചുവട്ടിലിരുന്നു. ഇനി എന്നെ ശല്യപ്പെടുത്താൻ ആരുമില്ല. ഭഗവാനെ എത്ര നേരം വേണമെങ്കിൽ ധ്യാനിക്കാം. ഗുരുവായൂർ പോകുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ, 10,000-കണക്കിന് ആൾക്കാർ നിൽക്കാൻ മുമ്പിൽ ചെല്ലുമ്പോഴേക്കും മാറൂ എന്ന് പറയല്ലേ. മര്യാദ തൊഴിലില്ല. അപ്പോഴേക്കും അതിനെ കുറിച്ച് ഉണ്ട് കഴിഞ്ഞ് 10,000 പുറകിൽ നിൽക്കുന്നത് നമുക്ക് സ്വസ്ഥമായിട്ട് തൊഴാൻ സമയം കിട്ടണില്ല. എന്നാ എത്ര നേരം വേണമെങ്കിലും തൊഴിലോളൂ എന്നൊരാൾ പറഞ്ഞാലോ നമുക്ക് എന്ത് സുഖം. ഇതുപോലെ നാരദ മഹർഷി പറയാ, എനിക്ക് പിന്നെ എന്നെ ശല്യപ്പെടുത്താൻ ആരും ഉണ്ടായില്ല, സുഖമായിട്ട് ഞാൻ നിന്നു ധ്യാനിക്കും. പക്ഷേ ആ ഭഗവാന്റെ അതിസുന്ദരമായ മേഘസുന്ദരമായ രൂപം പെട്ടെന്ന് ഇടിമിന്നൽ പോലെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് അപ്രത്യക്ഷമായി. ഞാൻ പൊട്ടി അങ്ങനെ കരഞ്ഞു. വേദവ്യാസ ശ്രീനാരദ മഹർഷി പറയാ, പെറ്റപ്പ മരിച്ചപ്പോ കരയാത്ത ആള് ഭഗവാന്റെ രൂപം മനസ്സിൽ നമ്മൾ പോയപ്പോ കരഞ്ഞു. എന്റെ ഭഗവാനെ, ഇത്ര വലിയ മഹാപാപിയാണോ ഞാൻ? ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിനെ എന്തിനാ അവിടെ നിന്ന് മറിച്ചത്? ഭഗവാൻ പറഞ്ഞു, ഉണ്ണി, ഈ ജന്മത്തില് നിനക്കിനി എന്നെ കാണാൻ പറ്റില്ല. പിന്നെ എന്തിനാ ഞാൻ എന്റെ രൂപം നിന്റെ മനസ്സിൽ പ്രകാശിപ്പിച്ചത്? നിനക്ക് എന്നെ കാണണം എന്ന് ദാഹം ഉണ്ടാവണം, മോഹം ഉണ്ടാവണം, ഭക്തി ഉണ്ടാവണം. നല്ല ഒരു സാധനം ആസ്വദിക്കാൻ, അത് നാവുകൊണ്ട് ആസ്വദിക്കുന്ന പായസമായിക്കോട്ടെ, കണ്ണുകൊണ്ട് ആസ്വദിക്കുന്ന ഒരു ദൃശ്യമായിക്കോട്ടെ, ഇനിയും കാണാൻ തോന്നില്ലേ? നല്ല സ്വാദുള്ള പായസം, അയ്യോ എനിക്ക് 1/4 ഗ്ലാസ്സേ കിട്ടിയുള്ളൂ, 2 ഗ്ലാസ് കിട്ടിയേക്ക് അടിക്കായിരുന്നു, പക്ഷെ തീർന്നു. ഈ പായസം എവിടെയാ കിട്ടുക എന്ന് അന്വേഷിക്കില്ലേ സാധാരണ മനുഷ്യൻ? ഇതുപോലെ എന്നെക്കുറിച്ച് അറിയാൻ, എന്നെ ധ്യാനിക്കാൻ, എന്നെ ഉപാസിക്കാൻ നിനക്ക് ദാഹം വരണം. ദാഹിച്ചവനല്ലേ വെള്ളം കൊടുത്തിട്ട് കാര്യമുള്ളൂ അല്ലേ? ഇതേപോലെ ഭഗവാനെ അറിയാൻ, ഭാഗവതത്തിനെ അറിയാൻ നമുക്ക് ദാഹം ഉണ്ടാവണം. മോഹിച്ചിട്ട് കാര്യമില്ല. ദാഹമുള്ളവനാണെങ്കിൽ വെള്ളം അന്വേഷിച്ചു പോവും ഇല്ലേ? ദാഹമുള്ളവൻ എവിടെ കുറച്ച് വെള്ളം കിട്ടാന്ന്. മോഹം ഉണ്ടായിട്ട് കാര്യമില്ല. ഇതുപോലെ ഭഗവാനെ അറിയാൻ, ഭാഗവതം അറിയാൻ മോഹമുണ്ടാകും പോരാ, ദാഹമുണ്ടാവണം. ഏതായാലും ഈ പ്രാരബ്ധപൂർവമായിരിക്കുന്ന ഈ ശരീരം നീ ഉപേക്ഷിക്കൂ. ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് നിന്റെ പ്രാരബ്ധ കർമ്മം അവസാനിക്കുമ്പോ ഈ ശരീരം ഉപേക്ഷിച്ച് നീ എന്റെ അടുത്തെത്തും. അങ്ങനെ ശൂദ്രജന്മം കഴിഞ്ഞു. അടുത്ത ജന്മം ബ്രഹ്മപുത്രനായിട്ട് ഞാൻ ജനിച്ചു. ബ്രഹ്മാവിന്റെ 10ാമത്തെ പുത്രനായിട്ട്, ദശമസ്തത്ര നാരദ. നാരദൻ എവിടുന്നാണുണ്ടായത്? ഉത്സംഗാൽ നാരദോ യജ്ഞേ, മടിത്തട്ടിന്നാണ്. നമ്മൾ ആരെയാ മടിത്തട്ടിൽ പിടിച്ചെടുക്കുക? ഏറ്റവും പ്രിയപ്പെട്ട ആള്. ബ്രഹ്മാവിന് ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായിട്ട് നാരദൻ ബ്രഹ്മാപുത്രനായിട്ട് ജനിച്ചു. ദേവദത്തമിമാം വീണ, ഭഗവാൻ തന്ന മഹതി എന്ന വീണ വീട്ടിക്കൊണ്ട് സ്വരബ്രഹ്മവിഭൂഷിതം, തന്നെത്താനെ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന മഹതി എന്ന വീണയുമായിട്ട് അവിഘാത ഗതിക്വച്ചു. 14 ലോകങ്ങളിലും എനിക്ക് സഞ്ചരിക്കാം. നിത്യാനന്ദനായിട്ട്, സച്ചിദാനന്ദനായിട്ട്, സദാനന്ദനായിട്ട് ഭഗവത് നാമങ്ങളെ ജപിച്ചുകൊണ്ട് 14 ലോകങ്ങളിൽ സഞ്ചരിക്കാം. അസ്കമ്യം ബന്ധം പ്രഭ. യാതൊരു തരത്തിലുള്ള വിഘാതങ്ങളുമില്ലാതെ ഭഗവാനെ തന്നെ ഉപാസിച്ചുകൊണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും സഞ്ചരിക്കും. വെറും ഒരു ശൂദ്രബാലകനായിരുന്ന ഞാൻ ഇന്ന് അങ്ങുപോലും നമസ്കരിക്കുന്നതായ ദേവർഷിയായ നാരദനായി തീർന്നെങ്കിൽ അതിന്റെ അർത്ഥമെന്താ? അതിന്റെ സാങ്കത്യം എന്താ? ഭക്തി. വെറുമൊരു ശൂദ്രബാലകൻ, 5 വയസ്സേ ഉള്ളൂ. ആ സജ്ജനങ്ങൾ പറഞ്ഞു തന്നതായ ആ വാക്ക് ഇതുകൊണ്ടാ പറഞ്ഞത്. കൊച്ചുകുട്ടിയിലെ തന്നെ ഭഗവാന്റെ കഥകൾ നമ്മുടെ കുട്ടികൾക്ക്
പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കൗമാര ആചരൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിക. സപ്തമസ്കന്ധത്തില് 6ാമത്തെ അധ്യായത്തില് 1ാമത്തെ ശ്ലോകത്തിൽ പറയും പ്രഹ്ലാദൻ, അകക്കണ്ണുറപ്പിക്കാൻ ആശാക്കാര്യത്തിലെത്തണം. കൊച്ചുകുട്ടികൾക്ക് ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇളമൻ ചിത്തവും വെള്ള കടലാസും സമാനമാം തെളിയും രണ്ടിലും തുല്യം എഴുതുന്നവയൊക്കെയും. വൈറ്റ് പേപ്പർ പോലെ ആ കുട്ടികളുടെ മനസ്സ്. നമ്മൾ എന്താണ് എഴുതിയത്? പച്ചമഷയിട്ട് എഴുതിയാൽ പച്ച, നീലമഷയിട്ട് എഴുതിയാൽ നീല. ഇതുപോലെ വാട്ട് വി ഫീഡ്, എന്താ അവർക്ക് കൊടുക്കുന്നത്, അതനുസരിച്ചിട്ടാണ് അവരുടെ സംസ്കാരം ഉണ്ടാവുക. അപ്പൊ ഭാഗവത സംസ്കാരം ഉണ്ടാവണമെങ്കിൽ കുട്ടി ചെറുപ്പത്തിൽ 1 വയസ്സോ 1.5 വയസ്സോ 2 വയസ്സോ ഉള്ള കുട്ടി ഭയങ്കര പാട്ട് വികൃതിയാണെങ്കിൽ വികൃതി മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുക? പോക്കറ്റിൽ നിന്നെടുത്ത് ഈ സംസാരപ്പെട്ടി എടുത്ത് കയ്യിൽ കൊടുക്കും. കുറച്ചു നേരം പെട്ടാണ്ടിരിക്കുള്ളൂ, നമുക്ക് എന്ത് വേണേൽ ചെയ്യാം. 2 മണിക്കൂർ വെറ്റിലേമ ചുണ്ണാമ്പ് തേക്കണ പോലെ അവൻ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കും. അതല്ലെങ്കിലോ പിന്നെ വെട്ടിപ്പെട്ടിയാണ് അതിന്റെ മുമ്പിൽ, കാർട്ടൂൺ ചാനലോ അല്ലെങ്കിൽ WWE മല്ലന്മാര് തമ്മിലുള്ള ഇടിയോ, ഇതൊക്കെ വേണ്ടോ പിള്ളേർക്ക്. കർക്കിടക മാസമാണ്, സന്ധ്യയ്ക്ക് 6:30 രാമായണമുണ്ട്. രാമായണം പെട്ടെന്ന് കേൾക്കാനുള്ള രാവണ ശീലം കണ്ടുകൊണ്ടുപോയി രാമൻ രാവണനെ കൊന്നു കഴിഞ്ഞില്ലേ? ഒന്നുമില്ല. പിന്നെ എന്താ രാമായണത്തിന്റെ തത്വം? കർക്കിടക മാസത്തിൽ പറയുമ്പോ നമുക്ക് രാമായണം വരുമ്പോൾ കാണാം. ഇത് നമ്മുടെ മക്കളിലേക്കും പേരക്കുട്ടികളിലേക്കും നമുക്ക് എത്തിക്കാൻ പറ്റണം. നാരദ മഹർഷിക്ക് 5 വയസ്സായ ശൂദ്രബാലകന് കിട്ടിയതുപോലെ നമ്മുടെ പേരക്കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ പറയുന്നില്ല, അവൻ ആവശ്യമുള്ളതെല്ലാം ഞാൻ മേടിച്ചു കൊടുക്കുന്നുണ്ട്. മൊബൈൽ വേണോ മൊബൈൽ, ടാബ് വേണോ ടാബ്, റോയൽ എൻഫീൽഡ് വേണോ അത് എല്ലാം മേടിച്ചു കൊടുത്തു. മര്യാദയ്ക്ക് പഠിച്ചാൽ മതി, എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്നാൽ ഗുരുവായൂരപ്പനെ കാണാനുള്ള മന്ത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അവന് നേരില്ല. രാത്രി 2 മണി വരെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാണ്. 2 മണി ആയപ്പോൾ അവൻ ഒന്ന് കണ്ണടക്കണേ. 2 മണി എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാഹ്മ മുഹൂർത്തം. നമ്മുടെ ജഗദംബിക ചോറ്റാനിക്കരമ്മ 4 മണിക്കൂർ വിട്ടിട്ടാണ് ഓരോ രൂപ സ്വീകരിക്കുക. വെളുപ്പിന് 2 തൊട്ട് 6 മണി വരെ സരസ്വതിയാണ്, സരസ്വതിയാമാണ്. സരസ്വതിയാമത്തില് നമ്മുടെ കുട്ടികൾ ആരെയാ ധ്യാനിക്കുക? സരസ്വതി അല്ല, കുംഭകർണനെയാണ്. പിന്നെ അവന്റെ ബുദ്ധി നേരെയാവോ? ഇതാണ് പ്രശ്നം. അപ്പൊ നാരദ മഹർഷിക്ക് കിട്ടിയ ഭാഗ്യം നമ്മുടെ അനന്തര തലമുറയ്ക്കും കിട്ടണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ജനറേഷൻ കഴിഞ്ഞാൽ ഈ അമ്പലമൊക്കെ അടച്ചു കൂട്ടി നമുക്ക് എല്ലാവർക്കും വീട്ടിലിരിക്കേണ്ടി വരും. വലിയ സിമന്റ് കട്ടയിൽ നിന്നുകൊണ്ട് ഈ വെറ്റിലേമ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ തേച്ചുകൊണ്ടിരിക്കേണ്ടി വരും എല്ലാ കുട്ടികളും. അന്നത്തെ വൃദ്ധന്മാര്, നമ്മുടെയൊക്കെ കാലം കഴിയും. അപ്പൊ നമ്മൾ ഈ ഒരു സന്ദേശം, ഭാഗവതത്തിലെ ഈ ഒരു സന്ദേശം നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് അടുത്ത തലമുറയിലേക്കും പിന്നത്തെ തലമുറയിലേക്കും കൈമാറി കൊടുക്കാൻ സാധിക്കണം. എന്തിനാ ഭാഗവതം കേൾക്കണേ? ഭാഗവതം എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്കുള്ളതല്ല, ഇതൊക്കെ നരജന്മങ്ങൾക്കുള്ളതാണ്. നരകേറിയ ജന്മങ്ങൾക്ക്, കിളവന്മാർക്കുള്ളതാണ്. കഷ്ടപൂർത്തി സദാഭിഷേകം കഴിഞ്ഞ് ഒരു പണിയില്ലാണ്ടിരിക്കണവരുള്ളതാണ് ഭാഗവതം എന്നാണ് ധാരണാവും. അങ്ങനെയല്ല. കൗമാര ആചരയിൽ പ്രാജ്ഞോ. ഇല്ലെങ്കിൽ എന്താവണു? പാതാളത്തിലേക്ക് വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്നുള്ള കഥ വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് സംഭവിക്കണു? ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ സഹോദരിയുടെ പേരെന്താ എന്ന് ഒരു കുട്ടിയോട് ചോദിക്കുക. വലിയവർക്ക് എന്നെ അറിഞ്ഞൂടാ. കുട്ടിയോട് ചോദിക്കുക. രാമായണ ക്വിസ് നടക്കുന്ന കാലമാണല്ലോ ഇപ്പോൾ. എന്താ പേര്? അയ്യോ 4 പേരിലേ ഉള്ളൂ. ശ്രീരാമൻ അങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ടോ? ഇതാ ചോദ്യം. സീതയ്ക്ക് രാമൻ ആര് എന്ന് ചോദിച്ചപോലെ ആവും സ്ഥിതി. അപ്പൊ ഈ ഒരു തത്വം, ഇതൊക്കെ ആന്തരമായ അർത്ഥങ്ങളുണ്ട്. വെറുതെ ഉപരിപ്ലവമായിട്ട് നാരദ മഹർഷി ഇത് കേട്ടു എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നിരുന്നാൽ പോരാ. നമ്മുടെ ഭാഗവതം തന്നെ നമ്മുടെ കഥയാണ്. അവർ ഓൺ ബയോഗ്രഫി. ഓരോ ജീവാത്മാവും ഈ ഭാഗവതത്തിൽ പറയുന്ന നാരദൻ എന്ന് പറയുന്നതും ഹിരണ്യകശിപു എന്ന് പറയുന്നതും മഹാബലി എന്ന് പറയുന്നതും ധ്രുവൻ എന്ന് പറയുന്നതും എല്ലാം നമ്മൾ തന്നെയാണ്. ഉത്താനപാദനും ധ്രുവനും സുരുചിയും സുനീതിയും അതുപോലെ കശ്യപനും കർദമനും ദേവഭൂതിയും എല്ലാം നമ്മൾ തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാത്ത കാലത്തോളം ഭാഗവതം കേട്ടിട്ട് കാര്യമില്ല.
വെറുതെ കുറെ കഥ പറഞ്ഞു. ഓരോ ആചാര്യന്മാരാ ഇത്തവണ തമ്പരാനാ വന്നിരിക്കണേ, അടുത്തുള്ള വേറെ ആചാരം, കുറെ കഥകളൊക്കെ ആയിട്ട് ഒഴുകിപ്പെട്ട ഉറങ്ങിയ പോലെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഭാഗവതവും നമ്മളും തമ്മിൽ എന്താ ബന്ധം എന്നറിയണം. അത് തത്വങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് നമ്മൾ രാമന്മാരായി തീരണം. രമയതി ഇത് രാമ, മറ്റുള്ളവരെ രമിപ്പിക്കാൻ സാധിക്കണം. അതിനാണ് ഭാഗവതം. ശ്രീനാരദ മഹർഷി പറഞ്ഞു, പൂർവജന്മത്തില് ഇതെനിക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ ഇപ്പോ ശ്രീനാരദ മഹർഷിയായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ശ്രീനാരദ മഹർഷി വേദവ്യാസ മഹർഷിയെ ഉപദേശിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? സംസാര സാഗരത്തിൽ മുങ്ങിക്കിടക്കുന്നതായ ക്ലേശപൂർണമായ സംസാരത്തിൽ പ്രവൃത്തി മാർഗത്തിൽ മുഴുകിയിരിക്കുന്നതായ ജീവാത്മാവിനെ ഉയർത്തി പ്രവൃത്തി മാർഗത്തിലേക്ക് നിന്ന് നിവർത്തി മാർഗത്തിലേക്ക് എത്തിക്കാൻ ഭക്തി ഏകൈവ ഉപനിത എന്ന് എന്റെ സ്വന്തം ജീവിതം തന്നെ പഠിപ്പിക്കണോ എന്ന് ശ്രീനാരദ മഹർഷി പറഞ്ഞു. അതുകൊണ്ട് ഭഗവാന്റെ മാഹാത്മ്യത്തിനെ വർണ്ണിക്കുന്നതായ ഭക്തിസാന്ദ്രമായ ഒരു ഗ്രന്ഥം രചിച്ചാൽ സജ്ജനങ്ങൾ കേട്ടിരിക്കും. യാതൊരു സംശയം വേണ്ട. ഭഗവാന്റെ മാഹാത്മ്യം വർണ്ണിക്കുന്നത് ഗ്രന്ഥമാണെങ്കിൽ സജ്ജനങ്ങൾ കേട്ടിരിക്കും. സംശയമുണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയമില്ല. കാരണം നിങ്ങൾ ഇവിടെ വന്നിരിക്കണോ? അതുകൊണ്ടാണ്. എത്ര കൊല്ലമായി കേൾക്കണോ? ഞാൻ തന്നെ 3ാമത്തെ പ്രാവശ്യം അവിടെ വരണം. അപ്പൊ ഇത്രയും കാലമായിട്ടും ഭാഗവതം വർഷം തോറും കേട്ടിട്ടും അതിന്റെ സാരമായുള്ള നാരായണീയം കേട്ടിട്ടും പിന്നെ ഇത്രയും പേര് ഈ നേരത്ത് ഈ പൊരി വെയിലത്ത് ഇവിടെ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കേമത്തല്ല, ഈ സീറ്റിലിരിക്കുന്ന ആളുടെ കേമത്തല്ല, ഭഗവാന്റെ കാരുണ്യാണ്, ഭഗവാന്റെ മാഹാത്മ്യാണ്. ഭാഗവതം ആരാ പറയണേന്നല്ല. യുക്തയുക്തം വജോഗ്രാഹ്യം ബാലാദപി ശുഗാദപി, കൊച്ചു കുട്ടിയിരുന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കണം. പറയുന്നത് ഭാഗവതാണെങ്കിൽ. എന്റെ കേമത്തല്ല, ഈ ശീലിരിക്കുന്ന ആചാര്യന്മാരുടെ കേമത്തല്ല. ഭാഗവതം ഏത് ആചാര്യം പറഞ്ഞാലും നമ്മൾ കേട്ടിരുന്നു പോകും. കാരണം പറയുന്നത് ഭഗവാന്റെ കഥയാണ്. ശൃണ്വന്തികായന്തി ഗണന്തി സാധവ, സജ്ജനങ്ങൾ കേട്ടിരിക്കും. ഇത് 45ാമത്തെ സപ്താഹമാണല്ലോ. ഈ 44 തവണയും പറഞ്ഞതിനല്ലേ ഈ തമിഴ പറയണേ? അതെ. ശ്ലോകങ്ങൾക്ക് വ്യത്യാസമില്ല, ഇല്ല. കഥകൾക്ക് വ്യത്യാസമില്ല, ഇല്ല. പറയുന്ന ശൈലിക്കല്ലേ വ്യത്യാസമുള്ളൂ. എങ്ങനെ കൂടെ ഇത്ര കേൾക്കാനുള്ളൂ. നമ്മൾ ആരും ഇടയ്ക്ക് പോകാല്ലോ, ഒരൊറ്റ ആൾ ഇടയ്ക്ക് പോകില്ല. എന്താ കാരണം? ഭഗവാന്റെ മാഹാത്മ്യം അതിൽ വർണ്ണിച്ചിരിക്കുന്നു. അപ്പോൾ ഭക്തിസാധനമായിട്ടുള്ള ഭഗവാന്റെ മാഹാത്മ്യം വർണ്ണിക്കുന്ന ഗ്രന്ഥം രചിക്കൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ശ്രീനാരദ മഹർഷി അവിടുത്തെ യാത്രയായി.